പാലാരിവട്ടം കേന്ദ്രമായി 2017 ഡിസംബറിൽ ആരംഭിച്ച പാവന പാലിയേറ്റീവ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഈ പ്രദേശത്തുള്ള രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും വാർദ്ധക്യമായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും നമ്മൾ വളരെ വിശദമായിട്ടുള്ള നമ്മുടെ നഴ്സുമാർ ആഴ്ചയിൽ 3 ദിവസം പോയി ഹോം കെയർ സേവനം, നഴ്സിംഗ് കെയർ, ഡോക്ടർ കെയർ, വോളണ്ടിയർ കെയർ അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനൊപ്പം നേത്രദാന ബോധവൽക്കരണ ക്ലാസ്സുകൾ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുമായിട്ടുള്ള ഒരു വയോജന സംഗമ വേദി നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക്, വളർച്ചയുടെ പുതിയ പടവുകൾ എന്ന നിലയ്ക്ക് പാലാരിവട്ടം തന്നെയുള്ള ചക്കങ്കൽ റോഡിൽ CRA 192 ബിൽഡിങ്ങിൽ ഇന്ന് ശ്രീമതി ഉമാ തോമസ് MLA, തൃക്കാക്കര നിയോജകമണ്ഡലം MLA, ഇതിൻ്റെ OP സൗജന്യമായിട്ടുള്ള OP ജനറൽ മെഡിസിനും OP സൈക്യാട്രിക് OP 2 OPയും കൂടിയിട്ട് ഈ ബിൽഡിങ്ങിൽ ആരംഭിക്കുന്നു. പാവന പാലിയേറ്റീവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഒരു പരിപാടിയുമായിട്ട് നമ്മളുടെ ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സ് നമ്മളുടെ സാധാരണക്കാർ കിടപ്പ് രോഗികൾക്ക് വേണ്ടി എൻ്റെ മണ്ഡലത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് വിതരണം ചെയ്തപ്പോൾ എന്നോട് വന്ന് ഒരു ഇടി കൂടി തന്നെ അതെല്ലാം മേടിച്ചെടുത്ത ആളാണ് മൈക്കിളിയേട്ടൻ്റെ വൈഫ്. അപ്പോൾ ആ എല്ലാ കാര്യങ്ങളും എനിക്ക് കൂടി വേണം എന്ന് പറയുമ്പോൾ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണിതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞു. ഞാൻ പലരോടും ചോദിച്ചപ്പോൾ ഈ പ്രദേശങ്ങളിലുള്ള എല്ലായിടത്തും ഞാൻ പറയുന്ന സ്ഥലത്തും അവർ പോയിട്ടുണ്ട്. അവിടെയുള്ള രോഗികളെ കാണുകയും നമുക്ക് പലപ്പോഴും ഈ രോഗികളെ ഒന്നും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നവർ, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിലുള്ളവർ, അവരെയൊക്കെ സഹായിക്കുന്ന രീതിയിൽ ഇത്തരം ഒരു പ്രവർത്തനം, അതും നമ്മൾ ഈ നാട്ടിൽ ഇപ്പോൾ അന്യോന്യം മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലും നേരമില്ലാത്ത സമയത്ത് മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇത് പ്രകീർത്തിക്കാതെ വയ്യ. ഇത്തരം ഒരു മനസ്സ് തന്നെയാണ് ഇതിൻ്റെ ആർദ്രത ഏറുന്നത് എന്ന് പ്രത്യേകം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പാവനയുടെ എല്ലാ പ്രവർത്തനങ്ങളും കൂടുതൽ വ്യാപിച്ച് എല്ലായിടത്തേക്കും പരിലസിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഈ പാവന ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്നോടൊരു വണ്ടി വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. MLA ഫണ്ട് ഉപയോഗിച്ച് ഈ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിക്ക് ഇത് തരാൻ പറ്റുമോ എന്നുള്ളത് സ്പെഷ്യൽ ഓർഡർ മുഖേന തരാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല, പക്ഷേ അത് കിട്ടുമെങ്കിൽ തീർച്ചയായും ആദ്യത്തേത് തരുന്നത് ഈ പാവനയ്ക്കായിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് മാത്രമാണ് ഞാൻ പറയുന്നത്. എന്നിരുന്നാലും ശ്രമം ഞാൻ തുടരുക തന്നെ ചെയ്യും. വിജയിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കെല്ലാവർക്കും ഏവർക്കും പ്രാർത്ഥിക്കാം, കൂടുതൽ സ്ഥലങ്ങളിലെത്താൻ, കൂടുതൽ പേരെ നമുക്ക് ഈ ഒരു അവസരം ഈ പാവനയുടെ കൈകളിൽ എത്തിക്കാൻ ലിസി ഹോസ്പിറ്റൽ കൂടി സന്നദ്ധരായിരിക്കുന്നു എന്നറിയുമ്പോൾ വളരെ പ്രമുഖരായ, ഏറ്റവും പഴക്കം ചേർന്ന, ഏറ്റവും നമ്മൾക്ക് വൈദ്യസഹായത്തിൽ മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ലിസി എന്നുള്ളത് കൊണ്ട്, അവരുടെ സേവനം കൂടി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടുതൽ ഇത് ഒരു തിളക്കമാർന്നതായി തീർക്കുന്നു എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. ഇത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഈ ചേർത്തുപിടിക്കലിൻ്റെ പ്രവർത്തനങ്ങൾ, ഈ ആർദ്രതയുടെ ഉള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ പരിലസിക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഔദ്യോഗികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ശ്രമിച്ചവർക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. നേത്രദാനത്തിൻ്റെ ഒരു പരിപാടി നമ്മൾ അതിൻ്റെ വളണ്ടിയറായി എറണാകുളം അങ്കമാലി ചിൽഫോർ ഹോസ്പിറ്റലും ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടും അതിൻ്റെ രണ്ടിൻ്റെയും വളണ്ടിയറായിട്ട് നമ്മൾ പാവന പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ഈ പറഞ്ഞ പോലെ ഉപകരണങ്ങളുടെ വിതരണം ഇനി ഉദ്ദേശിക്കുന്നത് നമ്മൾ പള്ളിയിൽ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഓഫീസും കാര്യങ്ങളും വണ്ടിയിൽ നമ്മുടെ പാവന സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള വണ്ടിയിൽ നമ്മൾ ചെയ്യുന്നത്. അതിപ്പോൾ പള്ളിയിലെ കുറച്ച് അസൗകര്യം ഉള്ളതുകൊണ്ട് ആ മുറിക്ക് അസൗകര്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു കൊല്ലം ഇതിന് ആലോചിച്ച് തുടങ്ങിയിട്ട് ഇത്തരം പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ പറ്റിയൊരു കെട്ടിടം പള്ളിയുടെ ഏറ്റവും അടുത്താവണം, ഗ്രൗണ്ട് ഫ്ലോർ ആവണം, നമ്മുടെ പരിധിക്കുള്ളിലുള്ള വാടകയ്ക്കും ഇതിനു വേണ്ടി ഒതുങ്ങണം.
അപ്പോൾ അതിനു വേണ്ടി കിട്ടിയപ്പോൾ 2-3 മാസമായി ബിൽഡിംഗ് കിട്ടിയിട്ട് നമ്മൾ വെഞ്ചരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പരിപാടി ഇന്നാണ് പ്രാവർത്തിക ലിസിയിലത്തെ ഡയറക്ടർ അച്ഛൻ നമ്മുടെ പോൾ കരയാടൻ അച്ഛനായിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം അതിനു വേണ്ടി നമ്മൾ പോലുണ്ടായി. അവിടുത്തെ ജോയിൻറ്റ് ഡയറക്ടർ അങ്ങേരി മലച്ചനായിട്ടും കുറേ പ്രാവശ്യം കണ്ടു. ഇപ്പോൾ അത് തീരുമാനം ഒരു പ്രാവർത്തികമാക്കുന്നത്. ഏതായാലും വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. MLA പറഞ്ഞതുപോലെ ഇത് ഏറ്റവും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ സംരംഭത്തിന് നമ്മൾക്കൊക്കെ സാധിക്കുന്ന വിധത്തിൽ അതിൽ പങ്കാളികളാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് കവി പാടി വെച്ചു. നമുക്കൊക്കെ എന്തെങ്കിലും നന്മ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കും എല്ലാ ദിവസവും. അങ്ങനെ ചെയ്യുന്ന നന്മകളുടെ കൂട്ടത്തിൽ ഈ പാലിയേറ്റീവ് കെയറിന്, പാവന പാലിയേറ്റീവ് കെയറിന് നമ്മെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിലുള്ള ഒരു സഹകരണം ചെയ്യാൻ സാധിക്കുമ്പോൾ ഞാനും ഇതിൻ്റെ ഭാഗമായി മാറുകയാണ്. ഈ പുഷ്പുൾ ട്രെയിനെ കുറിച്ച് നമുക്കറിയാം. ഒരു എൻജിൻ മുന്നിലേക്ക് വലിക്കുമ്പോൾ മറ്റൊരു എൻജിൻ പിന്നിൽ നിന്ന് തള്ളിക്കൊടുക്കുന്നതാണല്ലോ പുഷ്പുൾ. ഇതിനകത്ത് ആർക്കൊക്കെ പുഷ് ചെയ്യാൻ സാധിക്കുമോ അവരൊക്കെ പുഷ് ചെയ്യണം, ആർക്കൊക്കെ പുൾ ചെയ്യാൻ സാധിക്കുമോ അവരൊക്കെ അത് പുൾ ചെയ്യണം. അത് 2 വിധത്തിൽ നമുക്ക് സാധിക്കും. ഒന്ന്, സാമ്പത്തികമായിട്ട്. ഈ കെട്ടിടം വാടക കെട്ടിടമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ട്രിസിറ്റിക്ക് പൈസ കൊടുക്കണം, മറ്റ് കാര്യങ്ങൾക്കൊക്കെ ചിലവുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മെക്കൊണ്ട് എങ്ങനെ സാധിക്കുമോ അപ്രകാരം. 2, സാന്നിധ്യം കൊണ്ട് സാധിക്കും. ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എൻ്റെ ഫാദർ മരിച്ചിട്ട് 1 വർഷം തികയാൻ പോകുന്നേ ഉള്ളൂ. അവസാന നാളുകളിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ പാലിയേറ്റീവ് കെയറിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ദയവായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത്, വീട്ടിൽ തന്നെ നിങ്ങൾ ശുശ്രൂഷിക്കണം. കാരണം അപ്പച്ചൻ വേർപിരിയുന്ന സമയത്ത് നിങ്ങളെല്ലാവരും സമീപത്തുണ്ടാകുക, വീട്ടിലുള്ളവരുടെ കെയർ സ്വീകരിച്ച് മരിക്കാൻ സാധിക്കുക, അതിനപ്പുറത്തേക്ക് ഒരു സൗഭാഗ്യമില്ല. നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ എവിടേക്കായിരിക്കും കൊണ്ടുപോവുക? സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കടുത്ത് LF ഹോസ്പിറ്റലാണ്. അവിടേക്ക് കൊണ്ടുചെന്നാൽ തീർച്ചയായിട്ടും അവർ ICUയിൽ കയറ്റും. ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും കുത്തിക്കയറ്റും. നമുക്കാർക്കും അവിടേക്ക് പ്രവേശനമില്ല. അവസാനം ഈ മെഷീൻ്റെ ഉള്ളിൽ കിടന്ന് ഞെരുങ്ങി ആൾ യാത്ര പറയേണ്ടി വരും. പേടിച്ച് വിറച്ച് തന്നെ ആൾ മരിച്ചു പോകും. ബോധമുള്ള വ്യക്തിയാണെങ്കിൽ പറയാൻ വേണ്ട. എൻ്റെ ഫാദറിന് ലാസ്റ്റ് മൊമെൻ്റ് വരെ പുള്ളി വളരെ കോൺഷ്യസ് ആയിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദറിൻ്റെ ചുറ്റും ഇരുന്നു. പാലിയേറ്റീവ് കെയറിലെ ഡോക്ടർ പറഞ്ഞത് എല്ലാവരും ചുറ്റിരിക്കണം. ആൾ അബോധാവസ്ഥയിലാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ആൾ അബോധാവസ്ഥയിലാകണമെന്നില്ല. അപ്പം അതുകൊണ്ട് ആർക്കൊക്കെ കാലിൽ പിടിക്കാൻ സാധിക്കുമോ അവരൊക്കെ കാലിൽ പിടിക്കുക, ആർക്കൊക്കെ കയ്യിൽ പിടിക്കാൻ സാധിക്കുമോ അവരൊക്കെ കയ്യിൽ പിടിക്കുക, ആർക്കൊക്കെ നെറ്റിയിൽ തടവാൻ സാധിക്കുമോ തടവുക. ഈ ആൾക്കറിയാം എത്ര കരങ്ങൾ എൻ്റെ ശരീരത്തിലുണ്ട്, എത്ര പേര് എൻ്റെ ചുറ്റുമുണ്ട് എന്ന് ആ സമയത്ത് ഈ വ്യക്തി സെൻസ് ചെയ്യുന്നുണ്ടാകും. മറക്കരുതെന്ന് പറഞ്ഞു. ഞങ്ങളേതാണ്ട് ഒരു 10-20 പേരുണ്ടായിരുന്നു അപ്പനെ യാത്രയാക്കാൻ. എല്ലാവരും ചുറ്റിയിരുന്ന് കൈക്കും കാലിനൊക്കെ മത്സരിച്ച് പിടിച്ച് സി യു ആർ നോട്ട് എലോൺ, വി ആർ ഓൾ വിത്ത് യു. ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ശക്തിപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന, ഈ ലാസ്റ്റ് മൊമെൻ്റ് വരെ നിങ്ങൾ തനിച്ചല്ല, ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്ന് ഒരു രോഗിക്ക് കൊടുക്കുന്ന ധൈര്യപ്പെടുത്തൽ, അത് ചെറിയ കാര്യമല്ല എന്ന് അന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവർ, നമ്മൾ ചെയ്യുന്ന ഈ ശുശ്രൂഷയെ ആരൊക്കെ ബിലിറ്റിൽ ചെയ്താലും അത് ചെറുതാകുന്നില്ല, അത് വലുതാണ്. അപ്പം അതുകൊണ്ട് നമുക്കെന്ത് സാധിക്കും അത് ചെയ്യുക. പുഷ് ചെയ്യാനാണെങ്കിൽ പുഷ് ചെയ്യുക, പുൾ ചെയ്യാനായിട്ടാണെങ്കിൽ പുൾ ചെയ്യുക. അങ്ങനെ ഈ സംരംഭത്തിൻ്റെ ഭാഗമാകാനായിട്ട് ഒന്നും പറ്റിയില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് പ്രാർത്ഥിക്കാനെങ്കിലും സാധിക്കും. ഇത് നന്നായിട്ട് മുന്നോട്ട് പോകണം. 2017 തുടങ്ങിയ ഈ സംരംഭം ദീർഘകാലം ജീവിക്കേണ്ടതാണ്, ഇടയ്ക്ക് വെച്ച് ചത്തുപോകാനുള്ളതല്ല. അപ്പം അതിനെ ജീവിപ്പിക്കുന്ന ജീവരക്തമായിട്ട് നമ്മൾ ഓരോരുത്തരും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട്
ഈ അനുഗ്രഹ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പല പല നാരുകൾ ചേരും കയറാൽ ആനയെ ബന്ധിച്ചിടാം എന്നൊരു കവിത ഒരു കവി പാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുക, നമ്മുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ ചെറുതും വലുതുമായിട്ടുള്ള സഹായങ്ങൾ നൽകിയാൽ ഈ ട്രസ്റ്റിൻ്റെ ഈ 2017 തുടങ്ങിയിട്ടുള്ള ഈ ട്രസ്റ്റിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇനിയും ദീർഘകാലം ഈ ട്രസ്റ്റ് പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങണമെന്നുണ്ടെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരായ പലരായാലും ഒരു സാന്ത്വനം ലഭിക്കാതെ നിൽക്കുന്ന വാർദ്ധക്യ സഹജമായിട്ടുള്ള ആളുകൾക്ക് ഒരു സഹായം നൽകുവാനായിട്ട് അവരെയെല്ലാം ഒരു കോർത്തിണക്കിക്കൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആനയെ വരെ ബന്ധിച്ചിടാം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഒരു വലിയൊരു മഹാ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ അതിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ജനപ്രതിനിധികൾ ഓഫീസ് ടൈം രാവിലെ, എൻ്റെ ഓഫീസ് ടൈം രാവിലെ 7 തൊട്ട് 9 വരെ എൻ്റെ വീടിൻ്റെ താഴത്ത് ഓഫീസ് ടൈമുണ്ട്. പക്ഷെ അവിടെ വരുന്ന പലരും ഈ നമ്മൾ വിചാരിക്കും കൗൺസിലർമാരുടെ പണി ഈ കാണപണി, റോഡ് പണി. ഇപ്പൊ ഇവിടുത്തെ ചക്കൻ റോഡിലെ സെക്രട്ടറി നിരന്തരം വിളിക്കുന്നത് കൗൺസിലറെ ഇവിടുത്തെ കാണയുടെ പ്രശ്നമുണ്ട്, ഇവിടുത്തെ റോഡിന്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി അതൊക്കെ ഇതിന് ഭാഗമാണ്, അല്ലെന്നല്ല. പക്ഷേ റെസിഡന്റ് അസോസിയേഷന്റെ ഭാരവാഹികളെ അവിടുത്തെ മെമ്പർമാര് കൂടുതൽ അവരെ പ്രകോപിപ്പിക്കുമ്പോഴാണ് അവർ കൗൺസിലറെ വിളിച്ച് പരാതിപ്പെടുക. പക്ഷേ നമ്മുടെ ഡിവിഷനുകളിൽ, നമ്മുടെ പരിസരത്തും ഈ എത്രയോ വാർദ്ധക്യ സഹജമായ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയും ഒരു നേരത്തെ മരുന്നിന് വേണ്ടിയും നമ്മളുടെ അടുക്കൽ വരുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും. കാരണം അവർക്ക് വീട്ടിൽ അവരുടെ മക്കളുണ്ട്, മറ്റുള്ള ബന്ധുക്കളെല്ലാം തന്നെയുണ്ട്. പക്ഷെ അവരെ ഒന്ന് ചേർത്ത് നിർത്താനോ ഒരു നേരത്തെ മരുന്ന് പോലും വാങ്ങിക്കൊടുക്കാനായിട്ട് മടി കാണിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലമാണ് ഇന്ന് നിലവിലുള്ളത്. കാരണം അവരവരുടെ തിരക്കിലേക്ക് പോകുമ്പോൾ വീട്ടിലൊറ്റപ്പെട്ട് തൻ്റെ ജീവിതകാലം മുഴുവൻ തൻ്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി പ്രയത്നിച്ച് ഈ വാർദ്ധക്യ സഹജമായ ആ സമയങ്ങളിൽ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥയിലാണ് അങ്ങേയറ്റം നിൽക്കുന്ന സമയത്താണ് ജനപ്രതിനിധികളായ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരെടുത്ത് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചാരിറ്റബിൾ ട്രസ്റ്റ്, എനിക്കറിയാം, ഞാനിപ്പോൾ 3.5 വർഷമാവുന്നു ഒരു കൗൺസിലറായിട്ട്. ഈ സെന്റ് മാർട്ടിൻ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് എത്ര ആളുകൾക്കാണ് സാന്ത്വനം ലഭിച്ചിട്ടുള്ളത്. എനിക്കറിയാം, നമ്മുടെ ജോളിക്കാട്ടിത്തറ ഉൾപ്പെടെ, ജോളിക്കാട്ടിത്തറയാണ് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഈ പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയുടെ ഇടവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഞാൻ വിളിക്കുന്നത് ജോളിക്കാട്ടിത്തറയാണ്. അപ്പൊ എത്രയോ ആളുകൾക്കാണ് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ കിടപ്പുരോഗികളായ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ഇത്രയേറെ നല്ല രീതിയിൽ പല പാലിയേറ്റീവ് കെയറുകൾ ഉണ്ടെങ്കിൽ കൂടിയും ഈ പാലിയേറ്റീവ് കെയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് വളരെയേറെ സഹായവും അതുപോലെ തന്നെ ചികിത്സാ രീതിയിലും ഒക്കെ വളരെയേറെ പ്രശംസ അറിയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ പാലിയേറ്റീവ് കെയർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സഹായം വേണമെങ്കിലും എന്നാൽ കഴിയാവുന്ന രീതിയിലുള്ള എല്ലാ പിന്തുണയും ഈ സംരംഭത്തിന് ഉണ്ടാവും. അതുപോലെ തന്നെ വാർദ്ധക്യ സഹജമായിട്ടുള്ള പഴയ ആളുകൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുവാനൊക്കെ ആയിട്ട് ഇവിടങ്ങളിൽ വൈകുന്നേരം ഒത്തുകൂടുവാനായിട്ടൊരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് സംസാരിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഹാള് കണ്ടിട്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യം തോന്നുന്നുണ്ട്. കാരണം അവരുടേതായ വിഷമങ്ങള് ഇവിടെ അങ്ങനെ ഉണ്ടല്ലേ. അപ്പൊ അത് കുറച്ച് നമ്മുടെ പ്രായമായ ആളുകളൊക്കെ ആയിട്ട് വന്ന് ഇവിടെ വന്ന് സംസാരിക്കുവാനൊക്കെ ആയിട്ട് ഒരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ അതും കൂടി ഇപ്പൊ അതുണ്ടാവുമെന്നാണ് ഇപ്പൊ ഇവിടെ അറിയാൻ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഇന്ന് എന്നെ ഈ യോഗത്തിന് ആശംസ പറയാൻ വിളിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടും ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. It is a tale told by an idiot full of sound and fury. കോലാഹലം നിറഞ്ഞ ഒരു വിഡ്ഢിക്കഥയാണ് ജീവിതം. മാക്ബത്തിൻ്റെ വാക്കുകളിലൂടെ വില്യം ഷേക്സ്പിയർ ജീവിതത്തിൻ്റെ നിരർത്ഥകതയെ അങ്ങനെയാണ് വിവരിച്ചത്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാത്ത ജീവിതം ഒരു ജീവിതമേയല്ല എന്ന് പഠിപ്പിച്ച് കടന്നുപോയ മദർ തെരേസയും പരസ്പരം ജീവിതക്ലേശം ലഘൂകരിക്കാനല്ലെങ്കിൽ പിന്നെ നാം എന്തിന് ജീവിക്കണമെന്ന് ഉറക്കെ ചോദിച്ച ആംഗലേയ
സാഹിത്യകാരി ജോർജ് എലിയറ്റും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മറ്റുള്ളവരുടെ ജീവിത ദുരിതങ്ങൾ കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്താനുള്ള ധാർമ്മിക ചുമതല മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന പരമാർത്ഥം. ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് സാന്ത്വന പരിചരണം എൻ്റെ കർത്തവ്യം എന്ന സന്ദേശം. ജീവിതമാകുന്ന സങ്കീർണ സമസ്യയ്ക്ക് ഒടുവിലുള്ള അനിവാര്യ സത്യമായ മരണത്തിലേക്ക് നടന്നെടുക്കുന്ന മനുഷ്യൻ്റെ അവസാന രംഗങ്ങൾ ആവുന്നിടത്തോളം സമാധാനപൂർണമാക്കാൻ ശ്രമിക്കുക എന്നതാണ് സാന്ത്വന പരിചരണം എന്ന സേവനകർമ്മം. ഈ മഹത്തായ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നവരാണ് പാവനയിലെ ഓരോ അംഗവും. കാണമണിയിലും റോഡ് പണിയിലും ഒന്നുമല്ല ഇപ്പോൾ വിഷയം. ഇപ്പോൾ വിഷയം ആളുകൾക്ക് ഈ വക കാര്യങ്ങൾക്ക് സേവനം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ 8.5 വർഷം പിന്നിടുകയാണ്, കൗൺസിലറായിട്ട് 8.5 വർഷം പിന്നിടുക. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ഈ വക കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഈ വക ആതുര സേവനവും വയസ്സായ ആൾക്കാർ നോക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഈ 3.5 വർഷം കൊണ്ട് റോഡിനേക്കാൾ കൂടുതൽ, കാടിനേക്കാൾ കൂടുതൽ, വെള്ളക്കെട്ടിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ വക കാര്യത്തിലാണ്. അങ്ങനെ നമ്മുടെ നഗരം എത്തി നിൽക്കും. അപ്പോ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, പലരും പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ ഞാൻ യൂട്യൂബിനകത്ത് ഒരു കോമഡി സീൻ കണ്ടു. ആ കോമഡി സീൻ എന്താണെന്നറിയോ? അയൽവാസികളായ 2 ചെറുപ്പക്കാർ തമ്മിൽ വർത്തമാനം പറഞ്ഞു. അപ്പൊ എന്താണ് കാര്യം? 3 മിനിറ്റ് വർത്തമാനം പറഞ്ഞു. ആ 3 മിനിറ്റ് ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടു. അതാണ് കാര്യം. വർത്തമാനം പറയും. അതില്ലായിരുന്നെങ്കിൽ വർത്തമാനം പറയില്ല അവര്. അതാണ് നമ്മുടെ അവസ്ഥ. നമ്മളെല്ലാവരും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ചാറ്റ് ചെയ്യുന്ന ആൾക്കാർ, വർത്തമാനം പറയുന്ന ആൾക്കാർ. വേറെ ആളുകളുടെ അടുത്തേക്ക് ചെന്ന് ആളുകളെ തൊടുകയോ വർത്തമാനം പറയുകയോ കെട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇന്റർനെറ്റിൽ ഇരുന്നിട്ട്, യൂട്യൂബിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ രംഗങ്ങളിൽ ഇരുന്നിട്ട് ഒരാളെ കെട്ടിപ്പിടിക്കുന്നതായിട്ട് കാണിച്ചാൽ അതിന്റെ ഗുണം കിട്ടുമോ? കിട്ടൂല. നിങ്ങളുടെ ടീം പാവന ട്രസ്റ്റിന്റെ രക്ഷാധികാരികൾ ആദ്യമായിട്ട് ഞങ്ങളെ അവിടെ വന്ന് കണ്ട് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് പറയാൻ സംസാരിച്ചപ്പോൾ തന്നെ അതിൽ നിങ്ങൾക്ക് എന്തുമാത്രം ആത്മാർത്ഥതയും എന്തുമാത്രം അറിവും ഗൗരവത്തോടു കൂടിയാണ് നിങ്ങളത് എടുക്കുന്നതെന്നുള്ളത് വളരെ സ്പഷ്ടമായിരുന്നു. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഓൾറെഡി എല്ലാവരും ചെയ്യാൻ വളരെ ആത്മാർത്ഥതയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം, സേവനത്തിലുള്ള ഒരു അവസരം ഒരിക്കലും പാഴാക്കരുതെന്ന് മാഡത്തിനും നിർബന്ധം ഉണ്ടായിരുന്നു. ദൈവനിയോഗത്താൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാങ്ഷനും കിട്ടി. അങ്ങനെ ഇത് തുടങ്ങാൻ സാധ്യതയായി. ഇത് തീർച്ചയായും മുന്നോട്ട് പോകും എന്നും അതിനുള്ള എല്ലാ അനുഗ്രഹവും ദൈവം തരുമെന്നുമുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് മുന്നോട്ട് പോകുവാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങളാൽ ആവും വിധം ഞങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. തുടർന്ന് ഈ വയോജന പരിപാടികളുടെ സംഗമവേദി ഈ ബിൽഡിങ്ങിലാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത പരിപാടി നമ്മളിതിൻ്റെ പാലിയേറ്റീവ് കെയറിൻ്റെ വിതരണം, ഉപകരണങ്ങളുടെ വിതരണം, ആരോഗ്യരക്ഷാ ഉപകരണങ്ങളുടെ വിതരണവും മറ്റു പരിപാടികളും കൂടാതെ അടുത്ത മാസം മുതൽ 3 മാസം കൂടുമ്പോൾ നമ്മൾ പാലിയേറ്റീവ് കെയറിൻ്റെ സാന്ത്വന പരിചരണത്തിൻ്റെ പരിശീലനവും കൗൺസിലിങ്ങും ട്രെയിനിങ് 2 ദിവസത്തെ വളണ്ടിയർ ട്രെയിനിങ്ങും സർട്ടിഫിക്കറ്റ് കോഴ്സും ഈ ബിൽഡിങ്ങിൽ വെച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നു. അതിന് എവരുടെയും സഹായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കുമായിട്ടുള്ള വളരെ അവരുടെ വീടുകളിൽ ചെന്ന് നമ്മൾ സേവനം ചെയ്യുന്നുള്ള ഈ പ്രസ്ഥാനം തുടങ്ങി വളരെ ചുരുങ്ങിയ ലെവലിൽ ആരംഭിച്ച പ്രസ്ഥാനം ഇപ്പോൾ വളരെ പൂർവാധികം ശക്തിയോടുകൂടി ഈ സംഘടന നമ്മൾ ജാതി മതം ഭേദമന്യേ ഇതിലെ എല്ലാ തരം ആൾക്കാരും, ഇതിലെ പ്രത്യേകിച്ച് ഒരു ജാതിയത്തിനോ ഒരു മതത്തിനോ ഒരു വേർതിരിവില്ലാതെ ഏത് അറിയിക്കുന്ന ആൾക്കാരുടെ വീട്ടിലും പോയി നമ്മളിതിന് സഹായം നൽകുന്നു. ഇത്തരം ഒരു കാര്യങ്ങളുടെ സഹായ സഹകരണങ്ങളും എല്ലാവിധ മേഖലകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. സർക്കാർ ലെവലിലായാലും മറ്റു സന്നദ്ധ സംഘടനകളിലായാലും എല്ലാത്തരം ആൾക്കാരിൽ നിന്നും സഹായം സ്വീകരിക്കുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.